കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിലും ബി.ജെ.പി. വലിയ ആവേശത്തിലാണ്. വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. പ്രത്യേകിച്ചും പത്മജയൊക്കെ കെ കരുണാകരന്റെ മകൾ തന്നെ ബി.ജെ.പിയിലേക്ക് എത്തിയ ഒരു സാഹചര്യം, ആ വരവിന്റെ പേരിൽ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറുന്ന ഒരു സാഹചര്യം. എന്താണ് പ്രതീക്ഷകൾ? ഈ പത്മജയുടെ വരവ് ഒരു കൂടുതൽ ഊർജ്ജം തെരഞ്ഞെടുപ്പിന് മൊത്തത്തിൽ നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇനി ഒരു ഓപ്ഷൻ എല്ലാവർക്കും ബി.ജെ.പി. മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നിട്ടുള്ള സംഭവം. അത് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ കേരളത്തിൽ സാധാരണ CPM-നകത്ത് ആർക്കെങ്കിലും പരാതികളും പരിഭവങ്ങളുണ്ടെങ്കിൽ അവർ കോൺഗ്രസിലേക്കും, കോൺഗ്രസിനകത്ത് അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ CPM-ലേക്കും പോവുക എന്നുള്ളതായിരുന്നു കേരളത്തിൽ കണ്ടുവന്നിരുന്നൊരു പ്രവണത. ഈ രണ്ട് മുന്നണികൾക്കും രണ്ട് പാർട്ടികൾക്കും മാത്രമേ കേരളത്തിൽ പ്രസക്തിയുള്ളൂ എന്ന് ബോധപൂർവം വരുത്തി തീർക്കുന്നൊരു ശ്രമമുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതാണ് മാറിയിട്ടുള്ളത്. കേരളത്തിൽ CPM-നകത്തും കോൺഗ്രസിനകത്തും അസ്വസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. കേരളത്തിലെ ആളുകൾക്ക് ഇനി ഒരു ഓപ്ഷൻ ബി.ജെ.പി. അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ബി.ജെ.പിയെ സ്വീകരിക്കാനും ബി.ജെ.പിയിലേക്ക് വരാനും തീരുമാനിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചക്ക് തുടക്കം കുറിക്കുന്നതാണ്. അതിന്റെ സൂചനയാണ് വലിയ വേവലാതി കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. നേരത്തെ നാം കേട്ടുവന്നിരുന്ന പല സ്ഥാനാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനം അത് കോൺഗ്രസിന്റെ പാരമ്പര്യ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ നേരെ മിനിറ്റ് വെളുക്കും മുമ്പ് സ്ഥാനാർത്ഥികളൊക്കെ മാറിയത്. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വേവലാതിയും വെപ്രാളവുമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഈ രാജ്യം മുഴുവനും തകരുന്ന കോൺഗ്രസിന് കേരളത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാവാൻ വേണ്ടി പോകുന്നത്. ഈ കെ കരുണാകരന്റെ ചിത്രം ഉപയോഗിച്ചതൊക്കെ ഇന്നലെ വലിയ വാർത്തയായി മാറുന്നു. അവർ ആ ഫ്ലക്സുകൾ തകർക്കുന്നു. കെ കരുണാകരനെ ബി.ജെ.പി. ഉപയോഗിക്കുന്നത് ധാർമ്മികമായി ശരിയാണോ? കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമേ ബി.ജെ.പിയിൽ ചേരുമായിരുന്നു. കാരണം രാജ്യത്തിലെ കോൺഗ്രസ് നേതൃത്വം കെ കരുണാകരനോട് കാണിച്ചിട്ടുള്ള രീതി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കിങ് മേക്കറായിട്ട് അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ അവസാന കാലത്ത് കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടു പോയത് നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വളർത്തി വലുതാക്കിയിട്ടുള്ള നേതാക്കന്മാർ അവർ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ചതി കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നന്ദികേട് അതിനിരയായിട്ടുള്ള വ്യക്തി ശ്രീ കെ കരുണാകരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ കൂടെ ബി.ജെ.പിയിലേക്ക് അദ്ദേഹവും വരുമായിരുന്നു. കെ കരുണാകരന്റെ പൈതൃകവും പിതൃത്വവും ഒക്കെ മുരളീധരനും പത്മജയ്ക്കും എല്ലാം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലൻ ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ കരുണാകരന്റെ പൈതൃകത്തിന്റെ ഒരു ഭാഗം ബി.ജെ.പിയിലേക്ക് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കും പത്മജയുള്ള സ്ഥലങ്ങളിൽ. പത്മജ വേണുഗോപാൽ ആ ചിത്രം ഉപയോഗിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. കാരണം പത്മജ വേണുഗോപാലിന്റെ പിതാവാണ്. പിതാവ് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാൽ അവർ പോകുന്നിടത്തെല്ലാം അവരുടെ അച്ഛന്റെ പിതാവിന്റെ പേര് പറയും. പിതാവ് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പറയും. അതിപ്പോ ആർക്കും അവരെ തടയാനൊന്നും സാധിക്കില്ലല്ലോ. സ്വാഭാവികമാണ്. ലോക്നാഥ് ബെഹ്റ ഇടനിലക്കാരനായാണ് പത്മജ ബി.ജെ.പിയിലേക്ക് വന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആവർത്തിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു IPS ഇടനിലക്കാരന്റെ ആവശ്യമുണ്ടായിരുന്നു ബി.ജെ.പിക്ക്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഏജന്റുമാരെയും ഇടനിലക്കാരും വെച്ചിട്ടും പാർട്ടിയിലേക്ക് ആളെ ചേർക്കുന്ന ഒരു സംവിധാനം ബി.ജെ.പിക്കില്ല. ബി.ജെ.പി. നേതൃത്വത്തിന് അതിനുള്ള സംവിധാനമുണ്ട്. പത്മജ വേണുഗോപാൽ അവരുടെ പരാതികളും പരിഭവങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് വിടണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളോട് അവർ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ ബി.ജെ.പി. തയ്യാറാകും. കാരണം കേരളത്തിൽ മാത്രമല്ലല്ലോ, രാജ്യമാസകലം കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് ചേരുകയാണ്. അപ്പൊ അതൊക്കെ അതിനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചാണ്, അല്ലാതെ ഏതെങ്കിലും ഇടനിലക്കാരെയും ഏജന്റുമാരെയും വെച്ച് പാർട്ടിയിലേക്ക് ആളുകളെ ചേർക്കുന്ന പരിപാടി ബി.ജെ.പിക്കില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പത്മജ പാർട്ടിയിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണം കണ്ടു. അതിനുശേഷം ഇന്നലെ കെ മുരളീധരൻ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ വ്യക്തിപരമായി കരുണാകരനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞില്ലല്ലോ എന്നാണ്. അല്ല, മലയാള ഭാഷ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരാളെ തന്തക്ക് പിറക്കാത്തവൾ എന്ന് വിളിച്ചാൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? മുരളീധരൻ ഇനിയത് മനസ്സിലായില്ലെങ്കിൽ അത് മുരളീധരൻ മലയാള ഭാഷ മനസ്സിലാക്കാത്ത കൊണ്ടാണോ, അല്ലെങ്കിൽ അമ്മയെ പരസ്യമായിട്ട് സ്വന്തം മാതാവിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു സീറ്റ് ജയിക്കണമെന്നുള്ളതാണോ? മുരളീധരന്റെയും പത്മജന്റെയും മാതാവായിട്ടുള്ള കെ കരുണാകരന്റെ പത്നിയെയാണ് ശ്രീമതി കല്യാണിക്കുട്ടിയമ്മയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിച്ചത്. ഒരാൾ തന്തക്ക് പിറക്കാത്തവളാണ് എന്ന് പറഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യുന്നത് അവരുടെ മാതാവിനെയല്ലേ. അത് നമ്മുടെ മലയാള ഭാഷ മനസ്സിലാക്കുന്ന ആർക്കും അറിയില്ലേ. അപ്പോ സ്വന്തം മാതാവിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തിട്ട്, അഭിമാനത്തെ പരസ്യമായിട്ട് ചോദ്യം ചെയ്തിട്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ട്, അതെല്ലാം ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് മുരളീധരൻ വിചാരിക്കുന്നെങ്കിൽ, ആസനത്തിൽ ആല് മുളച്ചാൽ അതും ഒരു തണലാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു സീറ്റിനു വേണ്ടി അമ്മയെയും അച്ഛനെയും തള്ളിപ്പറയുന്ന വൃത്തികേട് കേരളം ഇതേവരെ കണ്ടിട്ടില്ല. മുരളീധരൻ അതിനുകൂടി ഇപ്പോ ഉദാഹരണമാവുകയാണ്. ഈ പാലക്കാട്ടിന് എന്താ സംഭവിക്കുക? ഷാഫി വടകരയിൽ ജയിച്ചാൽ BJPക്ക് ഒരു അനുകൂല ഗുണമാണോ? ഷാഫി വടകര ജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, BJP ജയിക്കാനാണല്ലോ വടകരയിൽ ഞങ്ങൾ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മത്സരിപ്പിക്കുന്നത്, നാട്ടുകാരെയാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, നാട്ടുകാരനായിട്ടുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥികളുള്ളൂ. ഒരാൾ മട്ടന്നൂരിൽ നിന്ന് വരികയാണ്, അത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലമാണ്. ഒരാൾ പാലക്കാട് നിന്ന് വരികയാണ്. വടകരക്കാരനായിട്ടുള്ള ഒരാൾ, വടകരയിൽ ജനിച്ചു വളർന്ന് വടകര രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി വടകരക്കാർക്ക് സ്വീകരിക്കാനുണ്ടല്ലോ. അപ്പൊ അയാളെ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പാലക്കാട് MLA എന്തിനാണ്, എന്തടിസ്ഥാനത്തിലാണ് പാലക്കാട്ടെ MLA വടകരയിലേക്ക് UDF കെട്ടിയിറക്കുന്നത്? അപ്പോൾ UDFന് കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരാരുമില്ലേ? മുരളീധരൻ മാറിയാൽ അതിന് പകരം പാലക്കാട് നിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? അപ്പൊ ഇതൊരു പരസ്പര ധാരണയാണ്. ധാരണ ഉണ്ടായിട്ടുള്ള സത്യത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കരുത്തനായ ഒരു നേതാവിനെ UDFന് മത്സരിപ്പിക്കാമായിരുന്നല്ലോ. അതിനു പകരം പാലക്കാട് നിന്ന് വാടകയ്ക്കെടുത്തൊരു ഒരാളെ കൊണ്ടുവരുന്നത് ശൈലജ ടീച്ചർ ജയിപ്പിക്കാൻ, പിണറായി വിജയനെ ഒരു അടി കൊടുക്കാൻ, CPM-നകത്ത് പിണറായി വിജയന്റെ അപ്രമാദിത്വം ഒന്ന് തകരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ വളഞ്ഞ വഴിയിലൂടെ ശൈലജ ടീച്ചർ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ ഷാഫി പറമ്പിലിനെ ഞങ്ങൾ കാണുന്നുള്ളൂ.